ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ അലീനയെ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന സ്റ്റാൻലി തന്റെ അനുജന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും എല്ലാം അലീനയോടുള്ള സമീപനം കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. താൻ ഇവിടുന്ന് പോകുന്നത് വരെ ഇങ്ങനെയായിരുന്നില്ല ഇവിടുത്തെ അന്തരീക്ഷം. തന്റെ മകളെ ഒരപമാനമായി കണ്ടിരുന്നവരാണ് ഇവരെല്ലാം. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ തന്റെ മകളെ ഇറക്കി വിടാൻ തയ്യാറായി നിന്നവർ തന്നെ അവളെ സ്നേഹം കൊണ്ട് മൂടുന്നു. സ്റ്റാൻലിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം അവിടെ താമസിക്കാമെന്ന് സ്റ്റാൻലി സമ്മതിച്ചു. അത്താഴത്തിന് മുമ്പ് ആൽബർട്ട് തഞ്ചത്തിൽ സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ലാൽച്ചായന്റെ കാറിനകത്ത് കുപ്പി വല്ലതും ഇരിപ്പുണ്ടോ? ലിവിംഗ് റൂമിലെ സോഫയിൽ ചാരി കിടന്നിരുന്ന സ്റ്റാൻലി അനുജനെ ഒന്ന് നോക്കി. അയാൾക്ക് ചെറിയൊരു ജിജ്ഞാസ തോന്നി. കാരണം ഇങ്ങനെയൊന്നും തന്റെ അനിയന്മാർ ഇതുവരെ തന്നോട് ചോദിച്ചിട്ടില്ല. അല്പം നേരത്തെ മൗനത്തിന് ശേഷം സ്റ്റാൻലി പറഞ്ഞു, കാലിക്കുപ്പിയുണ്ട്, മതിയോടാ? ആ മതി. ലാലിച്ചായന്റെ കാലിക്കുപ്പിയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. ആ കാറിന് ചാവി ഇങ്ങ് തന്നെ, ഞാൻ ഡിക്കി ഒന്ന് പരിശോധിക്കട്ടെ. സ്റ്റാൻലി ഒന്ന് സംശയിച്ച് നിന്നതിന് ശേഷം കാറിന്റെ കീ എടുത്ത് അനുജന്റെ കയ്യിൽ കൊടുത്തു. കുപ്പി ഒരെണ്ണേ എടുക്കാവൂ. ആൽബർട്ട് ഒന്നും മിണ്ടാതെ കീയും വാങ്ങി മുറ്റത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ആൽബർട്ടിന്റെ കയ്യിൽ റെവി മാർട്ടിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഇത് കണ്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിന്നോട് ആര് പറഞ്ഞടാ അതെടുക്കാൻ? അങ്ങനെ സ്റ്റാൻലി ചായ മാത്രം കുടിച്ചാൽ മതിയോ? വില കൂടിയ മദ്യം ഞങ്ങളും കുടിച്ചാലും തൊണ്ടയിന്ന് താഴോട്ടായിരുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴെങ്കിലും നല്ലത് കൊടുത്ത് പഠിക്കണം. ലാലിച്ചായൻ വേറെ ആർക്കും അല്ലല്ലോ, സ്വന്തം അനിയന്മാർക്കല്ലേ? ഇത് കേട്ട് സ്റ്റാൻലി ആശ്ചര്യത്തിൽ അനിയനെ ഒന്ന് നോക്കി. ആ സമയം സ്റ്റാൻലി ചിന്തിക്കുന്നുണ്ട്, എവിടുന്ന് കിട്ടിയവന് തന്നോട് ഇങ്ങനെ കടന്ന് സംസാരിക്കാൻ ഇത്രയും ധൈര്യം? തന്റെ മകളെ 3-4 ദിവസം ഈ വീട്ടിൽ താമസിപ്പിച്ചതിന്റെ സ്വാതന്ത്ര്യമാണോ അവനെ എടുക്കുന്നത്? അപ്പോഴേക്കും ഔസേപ്പച്ചൻ പറയുകയാണ്, അല്ലെങ്കിലും ലാലിച്ചായന് നാണല്ലേ ലാലിച്ചായൻ കുടിച്ചതിന്റെ ബാക്കി എടുത്ത് കുടിച്ചോളാൻ പറയാൻ? ഒരു റിട്ടയർഡ് കേണൻ ആ പദവിയുടെ അന്തസ് കാണിക്കണം. തൊട്ടടുത്ത നിമിഷം ആൽബർട്ട് ആ കുപ്പിയുമായി അകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് റോബർട്ട് വന്ന് സ്റ്റാൻലി ടെറസിലേക്ക് ക്ഷണിച്ചു. ലാലിച്ചായൻ മുകളിലേക്കൊന്ന് വന്നേ. ടെറസിലാണെങ്കിൽ ഔസേപ്പച്ചനും ആൽബർട്ടും ഔതക്കുട്ടിച്ചായനും ഉണ്ടായിരുന്നു. 5 കസേരയും ഒരു ടീപ്പോയും അതിനു മുകളിലായി കുപ്പികളും ഐസ് ക്യൂബ്സും എല്ലാം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം ഒരു പ്ലേറ്റിൽ പൊരിച്ച കോഴിയുമായി റോബോട്ടും കയറി വന്നു. അതോടെ 5 പേരും അടി തുടങ്ങി. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കൂടിച്ചേരൽ. സാധാരണ സ്റ്റാൻലി ഈ കൂട്ടത്തിൽ കിട്ടാറില്ലാത്തതായിരുന്നു. അതിനും നിമിത്തമായത് അലീനയാണ്. അപ്പോ ഔസേപ്പച്ചൻ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, ലാലിച്ചായൻ നാളെ എപ്പോഴാ പോകുന്നേ? നാളെ രാവിലെ. അലീനെ നാളെ തന്നെ കൊണ്ടുപോകണോ? ഇത് കേട്ട് സ്റ്റാൻലി ഔസേപ്പച്ചനൊന്ന് നോക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അവളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. പത്തനാപുരത്തോട്ട് ഇവിടെ നിന്ന് ദൂരമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് സ്റ്റാൻലി ഔസേപ്പച്ചനെ ഒന്ന് തുറച്ചു നോക്കി. അപ്പോൾ ആൽബർട്ട് പറയുകയാണ്, ഔസേപ്പച്ചായൻ്റെ വീട്ടിലേക്ക് വിടുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ടും വിടണം. എനിക്കാണെങ്കിൽ പെൺമക്കളില്ല. റോണിക്കും ശോഭിക്കും ഇപ്പോഴാ ഒരു ചേച്ചിയെ കിട്ടിയത്. ഇത് കേട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അത് കൊള്ളാം, നീയൊക്കെ അല്ലേടാ അവളെ കുളത്തൂപ്പുഴയെ പോലും നിർത്താൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അപ്പച്ചൻ ഇളക്കി വിട്ടത്? അത് പറയുമ്പോൾ സ്റ്റാൻലിയുടെ മുഖത്ത് അമർഷം വ്യക്തമായിരുന്നു. അപ്പോൾ ആൽബർട്ട് പറയുകയാണ്, ഹ, ഞങ്ങൾ കാണാതെ അറിയാതെ എന്തായാലും പറഞ്ഞു എന്ന് വെച്ചിട്ട് ലാലിച്ചായൻ എങ്ങനെ ചൂടാവല്ലേ? ഞങ്ങളുടെ സ്ഥാനത്ത് ലാലിച്ചായനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, അല്ല, ഈ വീട്ടിൽ വന്നതിന് ശേഷം അവൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ കുളത്തൂർ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന അലീന തന്നെയല്ലേ ഇപ്പോഴും ഇവിടെ ഉള്ളത്? ഉടനെ ഔസേപ്പച്ചൻ പറയുന്നുണ്ട്, അല്ലേലും ലാലിച്ചായൻ അലീനയുടെ കാര്യത്തിൽ ഇത്ര വലിയ പത്രാസൊന്നും കാണിക്കാനില്ല. ലാലിച്ചായന്റെ വർത്തമാനം കേട്ടാ തോന്നും അലീനയെ ഏതാണ്ട് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടു വന്നതാണെന്ന്. ലാലിച്ചായന്റെ നല്ല നേരത്തിന് ആരാണ്ട് ഏൽപ്പിച്ചു പോയതല്ലേ? സ്റ്റാൻലി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഔസേപ്പച്ചൻ വീണ്ടും പറയുകയാണ്, ലാലിച്ചായന്റെ മോള് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. അവളെ ആരാണ് അനാഥാലയത്തിൽ എത്തിച്ചതെന്ന്. അനാഥാലയത്തിൽ ജീവിച്ചത് അവളുടെ കുറ്റമാണോ? പെട്ടെന്ന് സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. അയാൾ ചോദിക്കുകയാണ്, അതെന്താ അവൾ അങ്ങനെ ചോദിച്ചത്? വെറുതെ ഒന്നും അവൾ അങ്ങനെ ചോദിക്കുന്ന ആളല്ലല്ലോ. ഉടനെ തന്നെ ഔസേപ്പച്ചൻ കുറ്റം അങ്ങ് ഏറ്റെടുത്തു. അത് എനിക്കൊരു തെറ്റ് പറ്റിയതല്ല ലാലിച്ചായ. അവൾക്ക് ഈ വീട്ടിൽ കാലുകുത്താനോ ഇവിടുത്തെ ഊണുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാനോ യോഗ്യതയില്ലെന്ന് ഞാൻ അങ്ങ് പറഞ്ഞുപോയി. ഇത് കേട്ടതും സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. അയാൾ ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ്, എൻ്റെ മോളുടെ മുഖത്ത് നോക്കി നീ അങ്ങനെ ചോദിച്ചോ? ഇത് കേട്ട് ഔസേപ്പച്ചൻ പറയുകയാണ്, ലാലിച്ചായൻ ദേഷ്യപ്പെടുന്നു വേണ്ട. അടുക്കളയിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച അവളെ ഞാൻ തന്നെ കൈയും പിടിച്ചുകൊണ്ടെന്ന് ഡൈനിങ് ടേബിളിലിരുത്തി ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതൊന്നല്ല. നമ്മുടെ വീട്ടിലെ പെൺകൊച്ചിനെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയത് ആരാണെന്നാണ് എൻ്റെ ചോദ്യം. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. അവൾ അനുഭവിക്കേണ്ടതൊക്കെ ഇതിനോടൊപ്പം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഔസേപ്പച്ചൻ പറയുന്നുണ്ട്, ഓർക്കുമ്പോൾ ഇത്തിരി ദണ്ണുണ്ട് ലാലിച്ചായ. 23 വർഷക്കാലം എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാലയളവൊന്നല്ലല്ലോ. അത്രയും കാലം നമ്മുടെ അമ്മച്ചി അനാഥാലയത്തിൽ കിടന്ന പോലെ തോന്നുക. അപ്പൊ ഔതക്കുട്ടിച്ചായ പറയുന്നുണ്ട്, എല്ലാം കഴിഞ്ഞില്ലടാ, വിട്ടുകളാ. അപ്പൊ ആൽബർട്ട് പറയുന്നുണ്ട്, എന്നാത്തിനാ വിട്ടുകളയുന്നേ? നമ്മുടെ കൊച്ചിനെ കൊണ്ടുപോയി അനാഥാലയത്തിൽ തള്ളിയത് ആരാണെന്ന് നമുക്കറിയണം.
ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്തവനോട് ക്ഷമിക്കാൻ കൊള്ളാവോ? അവനെ കണ്ടുപിടിക്കണ്ടേ നമുക്ക്? അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തിനാ? ഇനി ആരും അന്വേഷിക്കുകയും വേണ്ട, കണ്ടുപിടിക്കുകയും വേണ്ട. അവളെ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. ലാലിച്ചായ, നമുക്ക് അവളെ കല്യാണം കഴിച്ചു വിടണം. നല്ല 1-ാം ക്ലാസ് ചെക്കന്മാരെ കണ്ടുപിടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഏത് വേണമെന്ന് ലാലിച്ചായനും അലീനയും കൂടി സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എടാ, നിങ്ങളുടെ ആരുടെയും സഹായം ഇല്ലെങ്കിൽ പോലും അവളുടെ കല്യാണം ഞാൻ നല്ല ഭംഗിയായി തന്നെ നടത്തും. അപ്പൊ ആൽബർട്ട് പറയുന്നുണ്ട്, ആ, ഇതാണ് ലാലിച്ചായന്റെ കുഴപ്പം. മറ്റുള്ളവർക്കൊന്നും യാതൊരു വിലയുമില്ല. എല്ലാത്തിലും സ്വന്തം ഇഷ്ടം മാത്രം. അപ്പൊ സ്റ്റാൻലി പറയുന്നുണ്ട്, നീയൊക്കെ പറയുന്നത് മുഖവിലക്കെടുത്താ ജീവിക്കാൻ പറ്റൂടാ. ഒരു നേരം പറയും തള്ളിക്കളയണമെന്ന്, പിന്നെ പറയും ഇരു കൈ നീട്ടി സ്വീകരിക്കണമെന്ന്. വ്യക്തമായ ഒരു കാഴ്ചപ്പാടും തീരുമാനം നിനക്കൊക്കെ ഉണ്ടോടാ? ഉടനെ ആൽബർട്ട് പറയുകയാണ്, അങ്ങനെയല്ല ലാലിച്ചായ മനുഷ്യര്. തെറ്റുപറ്റും, പക്ഷെ തിരുത്തും. ഇണക്കവും പിണക്കവും സ്നേഹവും ദേഷ്യവും എല്ലാം മനുഷ്യന്റെ വികാരങ്ങളാ. അതൊന്നുമില്ലാതെ പാറ പോലെ ഇരുന്ന മനുഷ്യനാവത്തില്ല. ആൽബർട്ടിന്റെ വർത്തമാനം കേട്ട് സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ആൻസി വന്ന് എല്ലാവരെയും ഊണ് കഴിക്കാൻ വിളിച്ചു. വീടിനുള്ളിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണെന്ന് സ്റ്റാൻലിക്ക് തോന്നി. കുട്ടികളുടെ ചിരിയും ബഹളവും ഓട്ടവും ചാട്ടവും എല്ലാം ഉണ്ട്. ഇതിനിടയിൽ അലീനയുടെ പേര് ചൊല്ലി ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. എല്ലായിടത്തും അവളുടെ സാന്നിധ്യമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും അവളുടെ സഹായം ആവശ്യമുണ്ട്. ആ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം ഉച്ചരിക്കപ്പെടുന്ന പേര് തന്റെ മകളുടേതാണെന്ന് സ്റ്റാൻലിക്ക് തോന്നി. ഔസേപ്പച്ചനായാലും ആൽബർട്ട് ആയാലും റോബർട്ട് ആയാലും സ്വന്തം മകളോടെന്ന പോലെ അധികാരത്തോടെയും സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറുന്നത്. അവരുടെ ഭാര്യമാരാണെങ്കിലും തന്റെ മകളുടെ കാര്യത്തിൽ അത്രയും സ്നേഹവും കരുതലും ഉണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. മറ്റു കുട്ടികളിൽ നിന്ന് യാതൊരു വേർതിരിവും തന്റെ മകളോട് അവർ കാണിക്കുന്നില്ല. താൻ അലീനയെ ഈ വീട്ടിലാക്കിയിട്ട് പോകുമ്പോൾ ഈ വീടിന്റെ അന്തരീക്ഷം ഇങ്ങനെയായിരുന്നില്ലെന്ന് സ്റ്റാൻലി ഓർത്തു. കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ ഈ വീട്ടിൽ എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഊണുമേശ വിഭവ സമൃദ്ധമായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം സ്ത്രീകളും കുട്ടികളും അലീന കിടക്കുന്ന മുറിയിൽ ഒത്തുകൂടി. സ്റ്റാൻലി ആണെങ്കിൽ ഒരു സിഗരറ്റും കത്തിച്ചുകൊണ്ട് മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കുട്ടികളുടെ കളിയും ചിരിയും തമാശ പറച്ചിലും എല്ലാം വീടിന് പുറത്തേക്കും കേൾക്കാമായിരുന്നു. അലീന ചേച്ചി പാട്ട് പാടണം, പാടാതെ പറ്റത്തില്ല. ഇതും പറഞ്ഞ് കുട്ടികളെല്ലാം അലീനെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അകത്ത് പാട്ട് തുടങ്ങിയപ്പോൾ സ്റ്റാൻലി വീടിനകത്തേക്ക് കയറി. സ്റ്റാൻലിക്ക് പാട്ടും സിനിമയൊന്നും അത്രയ്ക്ക് പിടുത്തല്ല. എങ്കിലും അലീനയാണ് പാടുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ പാടുന്ന മുഖം കാണാൻ അയാൾക്കൊരാഗ്രഹം. സ്റ്റാൻലി വാതിലിനപ്പുറം ഒന്ന് നോക്കി. കുട്ടികളും മുതിർന്നവരും എല്ലാം ഉണ്ട് അവിടെ. എല്ലാവരും അലീനയുടെ പാട്ട് കേൾക്കാനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് അലീന പാടാൻ തുടങ്ങി. അനാഥ കുട്ടികളെ കുറിച്ചുള്ള ഒരു ഗാനമായിരുന്നു അത്. അലീന പാട്ട് പാടി നിർത്തിയപ്പോൾ ഷെറിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. തന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്തുള്ള വിലാപമായിരുന്നു അത്. സ്റ്റാൻലിയും പിന്നെ അവിടെ നിന്നില്ല. അനാഥത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ചങ്കിൽ മുള്ളു കുത്തുന്ന വേദനയാണ്. താൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും തന്റെ മകൾക്ക് 23 വർഷക്കാലം ഒരു അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നില്ലേ? അവൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും ആലോചിക്കുമ്പോൾ സ്റ്റാൻലിയുടെ കണ്ണുകൾ നിറയും. മഴത്തോരു മുമ്പ് എന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണങ്ങളായ മുഹൂർത്തങ്ങളാണ്. അലീനയെ കാണുന്നതിനായി ബാലചന്ദ്രൻ എത്തുന്നതും അതിൽ സ്റ്റാൻലി നീരസം പ്രകടിപ്പിക്കുന്നതും വീട്ടിൽ തിരിച്ചെത്തിയ ബാലചന്ദ്രന് രോഹിത്തിനോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തേണ്ടി വരുന്നതുമെല്ലാം ഇനി വരാൻ പോകുന്ന കഥാസന്ദർഭങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.